കൃത്യമായും നിസ്കരിക്കുന്ന ഒരു ഉമ്മ. സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ തുടക്കത്തിൽ തന്നെ പറയുമ്പോൾ ചിലപ്പോൾ ഉമ്മമാർ വിചാരിക്കും ഇയാൾ തുടക്കം തന്നെ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെക്കുറിച്ച് തന്നെ പറയാൻ തുടങ്ങി. ഞങ്ങളെക്കുറിച്ചല്ല, ഞങ്ങളൊക്കെ നല്ലവരാ, അള്ളാഹു ബർക്കത്തായിട്ട്. കൃത്യമായി നിസ്കരിക്കണ ഒരു സഹോദരി, നിസ്കാരത്തിനൊരു കുറവില്ല, ദീനിനൊരു കുറവില്ല, ദിക്ർ ധാരാളം ആ സഹോദരി ചൊല്ലുന്നുണ്ട്, തസ്ബീഹും ചൊല്ലുന്നുണ്ട്. എന്നാ ഭർത്താവ് ഒരു പുതിയ കാറ് വാങ്ങിയാൽ ഷോറൂമിൽ പോയി ഫോട്ടോ എടുക്കുമ്പോൾ ഭർത്താവിൻ്റെ കൂടെ ആ ഫോട്ടോയിൽ നിന്നു കൊടുക്കും. എന്നിട്ട് ഭർത്താവ് എന്താ ഇത് ചെയ്യണത്, ആ ഫോട്ടോ അങ്ങെടുത്ത് ഭർത്താവ് സ്റ്റാറ്റസിൽ എടുത്ത് വെക്കും. പുതിയ കാറ് വാങ്ങിയതിൻ്റെ പേരിൽ ഒരു സന്തോഷ പ്രകടനമാണ്, അത് കുഴപ്പമൊന്നുമില്ല. റബ്ബ് തന്ന നിഅമത്തിൻ്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്. അതിന് ഇസ്ലാം എതിരൊന്നുമല്ല. പക്ഷേ ഈ ഫോട്ടോയിൽ കൂടെ നിന്നു കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ ഭർത്താവിൻ്റെ മൊബൈലിൽ അതൊരു ഓർമ്മക്ക് വേണ്ടി എടുത്തു വെക്കുകയാണെങ്കിൽ പോകട്ടെ, അത് ഭർത്താവ് അതുപോലെ അങ്ങെടുത്ത് സ്റ്റാറ്റസിൽ വെച്ചാൽ ആ ഭർത്താവിൻ്റെ കോണ്ടാക്ട്സിലുള്ള അന്യ പുരുഷന്മാർ മുഴുവനും ഈ സഹോദരിയെ നോക്കുകയാണ്. അത് മുഖം മറക്കാതെയാണെങ്കിലാണ് ഞാനീ പറയണം. മുഖം മറക്കാതെ ഇങ്ങനെ നിന്നു കൊടുത്താൽ അതെല്ലാവരും ഇങ്ങനെ നോക്കും. അവിടെ ഒരു ദീനുള്ള ഒരു സഹോദരിയാണെങ്കിൽ ആ സഹോദരി എന്താ ചെയ്യുക, ആ സഹോദരി ഭർത്താവിനോട് പറയും, ഞാൻ നിന്ന് തരൂല, കാരണം ഞാൻ നിന്ന് തന്നാൽ എൻ്റെ ഈ മുഖം മറക്കാതെയുള്ള ഫോട്ടോ നിങ്ങളങ്ങെടുത്ത് സ്റ്റാറ്റസിലിട്ടാൽ എല്ലാവരും അതങ്ങ് കാണും, നിങ്ങളെ ഭാര്യയായ എന്നെ എല്ലാവരും കാണും, അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷേ അങ്ങനെ പറഞ്ഞു കൊടുക്കണവർ വളരെ കുറഞ്ഞുപോയി. അതാണ് ഞാൻ പറഞ്ഞത്, ദീനാണെന്ന് പറയപ്പെടുന്നത് തന്നെ എന്തെല്ലാം ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥ ദീൻ ഇവിടെ നിലനിൽക്കണം. യഥാർത്ഥ ദീനിന്റെ തനിമ ഇവിടെ നിലനിൽക്കണം. ആ ദീനിന്റെ തനിമ കൊണ്ട് മാത്രമേ ഇവിടെയും അതുപോലെ പരലോകത്തും രക്ഷപ്പെടുകയുള്ളൂ. നേരത്തെ ഇവിടെ പറഞ്ഞു, ഇത് ഖുറത്തു സാദാത്ത്, ബഹുമാനപ്പെട്ട കൂറത്ത തങ്ങൾ നവ്വറല്ലാഹു മർഖദ, അല്ലാഹു മാനവരുകളുടെ ദർജ വർദ്ധിപ്പിക്കട്ടെ. തങ്ങളവരുകൾ ഇവിടെ ധാരാളം പരിപാടിക്ക് നേതൃത്വം നൽകിയിരുന്നു. മഹാനവരുകൾ ഇവിടെ വന്ന് ദർസ് സ്ഥാപിച്ചു, എല്ലാം ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് തങ്ങളെയും കൂടി, തങ്ങൾ വഫാത്തായ മാസമായതുകൊണ്ട് ഈ മുഹറം മഹാനവരുകളെയും കൂടി അനുസ്മരിക്കുന്ന പരിപാടിയാണിതെന്ന് പറഞ്ഞു. അല്ലാഹുവേ, മഹാനവരുകളുടെ ദർജ നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. മഹാനവരുകളുടെ ആണ്ട് നേർച്ചക്ക് അതാ കർണാടകയിലെ പുത്തൂരിനടുത്ത് കൂറയിൽ പോയവർ ഇക്കൂട്ടത്തിൽ ഉണ്ടാകും. ആദ്യത്തെ ദിവസം അവിടുത്തെ ആണ്ട് നേർച്ചയിൽ ഒന്നാമത്തെ ദിവസം 26-ാം തീയതി സാധുവായ ഞാൻ പോയി വാളു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 26, 27, 28, 29 എന്നീ ദിവസങ്ങളിലായി അവിടെ തങ്ങൾ ആണ്ട് നേർച്ച നടന്നപ്പോൾ എത്ര ആളുകളാണ് അവിടെ ഒരുമിച്ചു കൂടിയത്. എന്ത് വലിയ തിരക്കായിരുന്നു, എത്ര വലിയ ജനബാഹുല്യമായിരുന്നു. സമാപനത്തിന് എത്ര ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, ആദ്യത്തെ ആണ്ട് നേർച്ച വഫാത്ത് കഴിഞ്ഞിട്ട് കുറെ കാലങ്ങൾ കഴിഞ്ഞില്ല, ആകെ 1 വർഷം പിന്നിട്ടിട്ടേ ഉള്ളൂ. ആ ആണ്ട് നേർച്ചക്ക് എത്ര ആളുകളാണ് അവിടെ ഒഴുകിയെത്തിയത്. എന്തേ കാരണം? അതേ തങ്ങളവരുകൾ ഈമാനുള്ളവരുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. മഹാനവരുകൾക്ക് മഹാനവരുകൾ ആർക്കും മറക്കാൻ കഴിയില്ല. എന്തേ കാരണം? ദീനിന്റെ വിഷയത്തിൽ ഉറച്ച തീരുമാനമായിരുന്നു, അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. നാടകം എന്നത് മഹാനവരുകളുടെ ജീവിതത്തിൽ തന്നെ ഇല്ല. കാട്ടിക്കൂട്ടലോ ഒന്നുമില്ല.
നാടകമില്ല, കാട്ടിക്കൂട്ടലില്ല, വേറെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലില്ല, കോംപ്രമൈസ് തീരെയില്ല. അതേ ഇങ്ങനെ എന്താണ് എല്ലാം ഒപ്പിച്ചു പോവാ, അങ്ങനൊന്നുമില്ല. ഖുലിൽ ഹഖ വലൗ മുർറ, കയ്പാണെങ്കിൽ പോലും സത്യമേ പറയാവൂ എന്ന് പറഞ്ഞതുപോലെ സത്യം മാത്രമേ പറയൂ. അല്ലാഹു മഹാനവരുകളുടെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആ തങ്ങളവരുകളെ ആളുകൾ ഇത്രയും കൂടുതൽ ഖൽബിൽ കൊണ്ട് നടക്കാൻ കാരണം മഹാനവരുകൾ ആളുകളെ മനസ്സിൽ പതിഞ്ഞുപോയി. കാരണം മഹാനവരുകളുടെ ജീവിതം അങ്ങനെയായിരുന്നു. സുഹൃത്തുക്കളെ, കഴിവിൻ്റെ പരമാവധി നല്ലത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം, നല്ല ഈമാൻ ഉണ്ടാക്കിയെടുക്കണം. അതാണ് നിങ്ങൾ നോക്ക്, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്ന് അൽ കഹ്ഫ് ഓതിയവർ ഈ കൂട്ടത്തിലുണ്ടാകും. ആ അൽ കഹ്ഫിലെ ഒരു ആയത്ത് കാണാം. അതാണ് ഞാൻ എൻ്റെ ഇന്നത്തെ വഅദിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഇന്നാ ലാ നുളിഉ അജ്റ മൻ അഹ്സന അമലാ. അവിടെ ഒരു വിഭാഗത്തെ കുറിച്ച് ഖുർആനിൽ അവിടെ അല്ലാഹ് പറയാണ്, ഇന്നല്ലദീന ആമനൂ, തീർച്ചയായും നല്ല ഈമാനുള്ളവർ. ഈമാൻ വളരെ ആവശ്യമാണ്, ഈമാൻ വേണം, വിശ്വാസം, അല്ലാഹുവിലുള്ള ഈമാനാണത്. അങ്ങനെ നല്ല ഈമാനുള്ളവർ, വഅമിലുസ് സ്വാലിഹാത്തി, ആ ഈമാനിനനുസരിച്ച് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ. കഴിവിൻ്റെ പരമാവധി നല്ലത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം, നല്ലത് ധാരാളം ചെയ്യണം. അങ്ങനെ ഈമാനുള്ളതോടുകൂടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ, അവരെ കുറിച്ച് അല്ലാഹ് പറയാണ്, ഇന്നാ ലാ നുളിഉ അജ്റ മൻ അഹ്സന അമലാ, അവർക്ക് ലഭിക്കാവുന്ന പ്രതിഫലത്തെ ഒരിക്കൽ പോലും നാം പാഴാക്കൂല. എന്താണോ അവർക്ക് പ്രതിഫലം നൽകേണ്ടത്, ആ പ്രതിഫലം നാം അവർക്ക് നൽകും. നമ്മൾ ഒരിക്കലും അത് പാഴാക്കൂല. ഒരു അറാബിയായ ആള് ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നു. ഹജ്ജത്തുൽ വദാഇന്റെ സമയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫയിൽ നിൽക്കുകയാണ്. എന്നിട്ട് അറാബിയായ ആള് വന്നിട്ട് പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നി റജുലുൻ മുതഅല്ലിമുൻ, ഞാനൊരു മുതഅല്ലിമാണ് നബിയെ എന്ന് പറഞ്ഞു. ഇവിടെ ഈ സദസ്സിൽ മുതഅല്ലിമീങ്ങളെ കാണുന്നുണ്ട്. അല്ലാഹുവേ, അവർക്കും ഇവിടെ മദ്രസയിൽ പഠിക്കുന്ന മക്കൾക്കും ഞങ്ങളെ എല്ലാവരുടെ മക്കൾക്കും ഞങ്ങളെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമുകൾക്കും എല്ലാവർക്കും നീ നാഫിയായ ഇൽമ് വർദ്ധിപ്പിക്കണം റഹ്മാനെ. മുതഅല്ലിമാവുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യാണ്. എന്തിനാണ് ഈ അറാബിയായ ആള് തങ്ങളടുത്ത് വന്നിട്ട് അങ്ങനെ ഒരു ആമുഖം പറയാൻ കാരണം എന്നറിയോ? അതാ കാരണം, ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ ഒരാൾ എന്നെ വിളിച്ചു. അദ്ദേഹം ബാംഗ്ലൂരിലാണുള്ളത്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാന് ഇന്നാലിന്നയാളുടെ കസിനാണ് എന്ന് പറഞ്ഞു. കസിൻ എന്ന് ഇംഗ്ലീഷിൽ ഒരു പദം പറയും, ഇവിടെ അങ്ങനെ പറയില്ലേ? കസിൻ എന്ന് പറയില്ലേ? ഇംഗ്ലീഷിൽ പറയും കസിൻ 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 എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരേ കുടുംബത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പെൺകുട്ടികൾക്കൊക്കെ അറിയും, ആൺകുട്ടികൾക്കും അറിയും. മലയാളത്തിൽ പറയില്ല, കന്നഡയിലും പറയില്ല, ഇംഗ്ലീഷിൽ പറയും. കസിൻസ് ആണ്, അവർ തമ്മിൽ കസിൻസ് ആണെന്ന് അറിയും. കസിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കസിൻസ് എന്ന് പറഞ്ഞാല് എളാമ മൂത്താമാന്റെ മക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കസിൻസ് ആകും. അതുപോലെ തന്നെ എളാപ്പ മൂത്താപ്പ ജേഷ്ഠാനുജന്മാരെ മക്കൾ ഒരു തമ്മിൽ കസിൻസാണ്. ഇവിടെ ഞാൻ വന്നപ്പോൾ നമ്മളെ സൈദി ഉസ്താദ് പറഞ്ഞു, എൻ്റെ പെങ്ങളെ ഭർത്താവിന് എന്താ പറയുക, ഇളയാണ്, ഇളയ പെങ്ങളെ ഭർത്താവിന് എൻ്റെ ഇളയ പിന്നെ മരണപ്പെട്ടു എന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അപ്പൊ ഇളയാന്ന് പറഞ്ഞാല്
ഞാൻ എന്തൊക്കെ മനസ്സിലാക്കി പോയി. ഇളയാന്ന് പറഞ്ഞാൽ എന്താ? ഇളയെന്ന് പറഞ്ഞാൽ പിന്നെ ഇളയത് എന്നല്ലേ പറയാ. അപ്പൊ ഞാൻ കരുതി അനുജനാണോ അല്ല എളാപ്പയാണോ ഇളയത്. അപ്പൊ പറഞ്ഞു അല്ല, പെങ്ങളെ ഭർത്താവ്. അപ്പൊ പെങ്ങളെ ഭർത്താവ് എന്ന് എനിക്ക് ഇവിടെ ഇളയാന്നാ പറയാം അല്ലേ? അല്ലേ ഇളയ? നിങ്ങളൊന്നും വിഷയം മനസ്സിലാണില്ലേ? അടുത്ത കളത്തൂർക്ക് വരണ്ടേ? നിങ്ങളെന്താ മിണ്ടാത്തെ? ഇളയെന്ന് പറഞ്ഞാല് സഹോദരിയുടെ ഭർത്താവിനെ ഇളയാന്ന് പറയും. ഞങ്ങളെ നാട്ടിൽ അളിയാക്കാന്ന് പറയാം. ഞങ്ങളെ നാട്ടിൽ അളിയാക്കാന്നല്ല, എൻ്റെ ബ്യാരി നക്കിണിക്ക് ഭാഷയിൽ അലിയങ്ക എന്ന് പറയാ. ഒരു സാക്കിനത്തായ 3 എക്സ്ട്രാ ഉണ്ടാവും. അപ്പൊ അലിയങ്ക എന്ന് പറയും. അലിയൻ ചില പറയും. നമ്മൾ അലിയൻ എന്നല്ല, അലിയങ്ക എന്ന് പറയും. അത് ബഹുമാനിച്ചിട്ട് തന്നെ പറയും. അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലുത് ചെറുതാണെങ്കിലും അത് സിസ്റ്ററിന്റെ ഹസ്ബൻഡ് എന്ന നിലക്ക് നമ്മൾ അങ്ങനെ കുറച്ച് ബഹുമാനിച്ചിട്ട് പറയും. കേരളത്തിൽ വേറൊരു സ്ഥലമുണ്ട്, അവിടെ പോയാല് എത്ര പ്രായമായാലും, ജില്ലന്റെ പേര് ഞാൻ പറയില്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ പോയി ഇതുപോലത്തെ സാഹിത്യോത്സവിന്റെ വേദിയിൽ വേള് പറഞ്ഞു വന്നതേ ഉള്ളൂ. അവിടെ പുതിയാപ്പിളാന്നേ പറയാം. പുതിയാപ്പിള എന്നറിയാം. 80 വയസ്സായാലും പിന്നെ പ്രായമുള്ള ആളെ കാണിച്ചിട്ട് പറയും അത് ഞങ്ങളെ പുതിയാപ്പിളാന്നറിയാം. ഖബറിൽ കിടക്കുമ്പോഴും കാണിച്ചിട്ട് പറയും ഇത് പുതിയാപ്പിളന്റെ ഖബറാണെന്നറിയാം. എന്ന് പറഞ്ഞാല് മോളെ കെട്ടിയ ഭർത്താവ്, മരുമോൻ എന്ന അർത്ഥത്തിൽ. എത്ര പ്രായമായാലും നമ്മളിവിടെ പുതിയാപ്പിള എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കലോ കല്യാണത്തിന് മുമ്പ്, കല്യാണമൊക്കെ ഫിക്സ് ആയാൽ ഓൻ നമ്മളെ നാട്ടിൽ പറയും ഓൻ പുതിയാപ്പിള എന്നറിയും. അപ്പൊ പുതിയാപ്പിള എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കും, മങ്ങിലായ പുതിയാപ്പിളമ്മ മങ്ങിലാവോ ഗുള്ള പുതിയാപ്പിളമ്മ? അതാ നമ്മളെ ഭാഷയിൽ ചോദിക്കുക. എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ പുതിയാപ്പിളയാണോ അല്ലെ കല്യാണം കഴിക്കാനിരിക്കണ പുതിയാപ്പിളയാണോ? അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഏതായാലും ഇരിക്കട്ടെ, ഞാൻ ഇപ്പൊ അതിലേക്ക് കിടക്കണില്ല. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ കസിൻസ് എന്ന് പറയും അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കോളേജിൽ പഠിക്കുന്ന മക്കൾക്കറിയാം. കസിൻസ് എന്ന് പറഞ്ഞാൽ എന്തും ആകാമെന്നില്ല. ജേഷ്ഠാനുജന്മാരുടെ മക്കൾ അവർ തമ്മിൽ കസിൻസ് ആണ്. എന്നാ അവർക്ക് എന്തും ആകാം. കസിൻസ് ആയതുകൊണ്ട് അവരെ മാത്രം വീട്ടിലങ്ങ് വിട്ട് രക്ഷിതാക്കൾക്ക് പുറത്തേക്ക് പോകാം, അങ്ങനൊന്നുമില്ല. അവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കസിൻസിനെ കുറിച്ച് അവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം അവിടെ വേലി ചാടി വരിക എന്നതില്ല, ഉള്ളിൽ തന്നെയാണ് എല്ലാവരും ഉണ്ടാവുക. അപ്പൊ അവിടെ ആൺകുട്ടികൾ പെൺകുട്ടികൾ അത് വളരെ ശ്രദ്ധിക്കണം എന്ന് കാലയെ കൂട്ടി പ്രവചിച്ചു ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇയാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഇന്ന് അയാളുടെ കസിനാണ് എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ഞാനുമായി വലിയ ബന്ധമുള്ള ആളാണ്. അപ്പൊ എന്തിനാണ് അയാളെ കസിൻ എന്ന് ആദ്യം തന്നെ പറയാൻ കാരണം? അപ്പൊ പിന്നെ ഞാൻ കുറച്ചും കൂടി ഇയാളെ പരിഗണിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പൊ ഈ അഅറാബിയായ ആള് ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നിട്ട് ആദ്യം പറഞ്ഞത് തന്നെ അനാ റജുലുൻ മുതഅല്ലിമുൻ, ഞാനൊരു മുതഅല്ലിമാണ് എന്നാണ്. ഇൽമു പഠിക്കുന്ന ആളാണ് മുതഅല്ലിം. എന്തിനാണ് തങ്ങളോട് അങ്ങനെ ആമുഖം പറഞ്ഞത്? തങ്ങൾക്കരികിൽ മുതഅല്ലിമിന് വലിയ പവറാണ് കേട്ടോ. ഞാനിവിടെ വന്നപ്പോൾ ചോദിച്ചു, ഇവിടെ മുതഅല്ലിമുകൾ ഭക്ഷണം കഴിക്കുന്നത് എവിടെയാണ്? അൽഹംദുലില്ലാ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് പറഞ്ഞു. അല്ലാഹുവേ, ആ വീട്ടുകാർക്കും ഈ സ്ഥാപനത്തിന്റെ സഹായികൾ, സഹകാരികൾ, സ്വദേശത്തുള്ളവർ, വിദേശത്തുള്ളവർ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. എൻ്റെ ദർസിൽ മൂടബിദ്രയിൽ അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഏകദേശം 60ഓളം മുതഅല്ലിമുകൾ അവിടെ ഇൽമു പഠിക്കുന്നുണ്ട്. 2 വിദ്യാഭ്യാസവും പഠിക്കുന്നുണ്ട്. അവിടെ പഠിച്ച് പാസ്സായി ഇറങ്ങിയ കുട്ടികൾ അതേ മർക്കസിൽ പോയി സനദ് വാങ്ങിയവരുണ്ട്. അതുപോലെ ജാമിയ ഹിക്കമിയയിൽ പോയി സനദ് വാങ്ങിയവരുണ്ട്. അതുപോലെ മഅദിനിൽ പോയവരുണ്ട്. അതുപോലെ ഇഹ്യാഉസ് സുന്നയിൽ പോയവരുണ്ട്. ജാമിയ സഅദിയിൽ പോയവരുണ്ട്.
അക്കൂട്ടത്തില് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അതേ പൂർത്തീകരിച്ച അതേ ബിടെക് ചെയ്ത കുട്ടികളടക്കമുണ്ട്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? അവിടെ എൻ്റെ ദർസിലെ 60ഓളം മുതല്ലിമുകൾക്കും ഭക്ഷണം നൽകുന്നത് നാട്ടുകാരാണ്, അവിടെയുള്ള ഉമ്മമാരാണ്. ആ കുട്ടികളും വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വരികയാണ്. ഇന്ന് വരെ ആ ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാർക്ക് ഒരു മടിയും തോന്നിയിട്ടില്ല. ഇവിടെയും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാർക്ക് ഒരു പ്രയാസവും തോന്നിയിട്ടില്ല. കാരണം ഇൽമു പഠിക്കുന്ന മുതല്ലിമുകൾ അവരിങ്ങനെ നടന്നു പോയാൽ പോകുന്നിടത്തെല്ലാം ബറക്കത്താണ്. എത്ര വീടുകളുണ്ടോ അവർക്കെല്ലാം ബറക്കത്താണ്. അതിൻ്റെ ഇടയിൽ എത്ര ഖബറുകളുണ്ടോ ആ ഖബറിൽ കിടക്കുന്നവർക്ക് വലിയ റഹ്മത്താണ് കേട്ടോ. ആ മുതല്ലിമുകളെ സ്നേഹിക്കുന്ന നാട്ടുകാരാണ് ഈ നാട്ടുകാർ. അല്ലാഹുവേ, നീ ഇവർക്ക് വലിയ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഇൽമു പഠിപ്പിക്കണം. ഞാൻ എൻ്റെ രക്ഷിതാക്കളോട് പറയട്ടെ, ഞങ്ങളെ മക്കളെ ഇൽമു പഠിപ്പിക്കണം. മുതല്ലിമുകളെ സഹായിച്ചാൽ മാത്രം പോരാ, എൻ്റെ മോനെ ഒരു മുതല്ലിമാക്കണം. നമ്മൾ ഓരോരുത്തരും ഒരു തീരുമാനമെടുക്കണം. അതാ എനിക്ക് അല്ലാഹു തആല 2 ആൺമക്കളെ തന്നിട്ടുണ്ട്. ഏത് ദുആയിലും ഞാൻ ദുആ ചെയ്യുന്നൊരു ദുആയുണ്ട്. ഇന്നും സുബഹിക്ക് മുമ്പ് എണീറ്റ് നിസ്കരിച്ചപ്പോഴും ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. എൻ്റെ എല്ലാ സ്വകാര്യ ദുആകളിലും പരസ്യ ദുആകളിലും മനസ്സിൽ കരുതി ദുആ ചെയ്യാറുണ്ട്. റബ്ബേ, നീ ഞങ്ങളെ മക്കളെ മുതല്ലിമീങ്ങളാക്കണേ അല്ലാഹ്. ഉഖറവിയായ മുതല്ലിമീങ്ങളാക്കി ഉഖറവിയായ അഹ്ലുൽ ഇൽമിൽ പെടുത്തണേ അല്ലാഹ്. കാരണം പഴയ കാലത്തെ മുതല്ലിമീങ്ങളെ പോലെ അല്ല ഇന്ന്. പഴയ കാലത്തെ മുതല്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ ഇൻസൾട്ട് ചെയ്യലല്ല. പഴയ കാലത്തെ മുതല്ലിമീങ്ങൾ അവർ ഇൽമ മാത്രം ഇരുന്ന് പഠിച്ചു. അവർക്ക് എന്തു ചോദിച്ചാലും കിട്ടും. അതാണ് പഴയ കാലത്തെ മുതല്ലിമീങ്ങൾ. ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകളുടെ പേരിലാണ് ഈ സ്ഥാപനം ഉള്ളത്. ബഹുമാനപ്പെട്ട മഹാനവരുകൾ ഇൽമു പഠിക്കാൻ വേണ്ടി ഉസ്താദിന്റെ അരികിൽ ചെന്നപ്പോൾ ഉസ്താദ് ആദ്യം തന്നെ ചോദിച്ചത് മഹാനവരുകളോട്, തങ്ങളെ ഓത്ത് ഓതണ മൊയിലാരെ ഓത്ത് ഓതണ? അങ്ങനെയാ ചോദിച്ചു. പേരെന്താന്ന് ചോദിച്ചു. പേരിന്നതാണ്. അപ്പൊ തങ്ങളാണല്ലേ? അതെ. യഥാർത്ഥ തങ്ങൾ തന്നെയാണോ? അതെ, യഥാർത്ഥ തങ്ങളാണ്. കോയാണോ? അല്ല, കോയൊന്നുമല്ല, യഥാർത്ഥ തങ്ങളാണ്. എന്നാ തങ്ങളെ ഓത്ത് ഓതണ മൊയിലാരെ ഓത്ത് ഓതണാന്ന് ചോദിച്ചു. തങ്ങളെ ഒത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് വേറെ ലെവലാണ്. മൊയിലാരെ ഒത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഇൽമ്, കിതാബ് തീർന്നിട്ട് ഉള്ള ഇൽമ്. അപ്പൊ മഹാനവരുകൾ പറഞ്ഞു മൊയിലാരെ ഓത്ത് ഓതണമെന്ന്. അങ്ങനെ മഹാനവരുകൾ മൊയിലാരെ ഓത്ത് ഓതി. എന്താ ഇപ്പൊ താജുൽ ഉലമ എന്നാ പറയാ. അതാണ് ഈ സ്ഥാപനത്തിന്റെ പേര്. എന്താ താജുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഉലമാക്കളുടെ കിരീടം. കിരീടം എവിടെ വെക്ക? തലയില വെക്ക. അവ ഏറ്റവും മുകളിലുള്ള കിരീടം. അപ്പൊ എല്ലാ ഉലമാക്കളെയും മുകളിലുള്ള ആളാണ് മഹാനവരുകൾ. അന്നത്തെ മുത്തല്ലിമീങ്ങളായിരുന്നു അവർ. എന്നാ ഉമ്മമാരെ, ഇന്ന് നിങ്ങളെ മക്കളെ നിങ്ങൾ കൊണ്ടുപോയി ഒരു ദർസിൽ ചേർത്തിയാൽ, ഒരു സ്ഥാപനത്തിൽ ചേർത്തിയാൽ, കേവലം ഇൽമ പഠിക്കൽ മാത്രമല്ല, ഭൗതികം പഠിക്കുന്നു, ഭാഷ പഠിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ കഴിഞ്ഞ 2 തവണ, ഞാൻ ഈ 4-5 മാസങ്ങൾക്കിടയിൽ 2 തവണ ഞാൻ UK-യിൽ പോയി വന്നു. യൂറോപ്പിൽ, ലണ്ടനിൽ. ആ ലണ്ടനിൽ ചെന്നപ്പോ അവിടുത്തെ ഭാഷ എന്താണ്? അവിടുത്തെ ഭാഷ നമ്മളെ കളത്തൂർത്ത ഭാഷയാ. കളത്തൂർത്ത ഭാഷ ഒന്നുമല്ല, കുമ്പളന്റെ ഭാഷയാ. അവിടുത്തെ കുമ്പളന്റെ ഭാഷ ഒന്നുമില്ല, പച്ച ഇംഗ്ലീഷാണ്. പച്ച മലയാളം എന്ന് പറഞ്ഞ പോലെ പച്ച ഇംഗ്ലീഷ്. യാചകന്മാര് പോലും ഇംഗ്ലീഷിലാ യാചിക്കണം. അറിയോ നിങ്ങൾക്ക്? യാചകന്മാര് പോലും വന്നിട്ട് യാചിക്കണത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഏത് ഇംഗ്ലീഷ്? വല്ലാത്തൊരു ഇംഗ്ലീഷാണത്. അത് ഒറിജിനൽ ബ്രിട്ടീഷിന്റെ ഇംഗ്ലീഷാണത്. ബ്രിട്ടനിലെ ഇംഗ്ലീഷ്, ലണ്ടനിൽ. അവിടെ പോയി നോക്കുമ്പോൾ സുബ്ഹാന ജല്ല ജലാലു, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുമ്പോൾ എൻ്റെ കൂടെ കുറച്ച് മൊയ്ലാന്മാരുണ്ടായിരുന്നു. ഒക്കെ ഇവിടുന്ന് പഠിച്ചിട്ട് അവിടെ പോയി നിൽക്കുകയാണ്. ഇപ്പോൾ അവിടെ
പഠിക്കും ചെയ്യാണ്, ജോലിയും ചെയ്യാണ്. ആ കുട്ടികൾ എന്ത് ഉഷാരിലാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. നോക്കുമ്പോ അവർ ഇവിടെ ഇൽമു പഠിക്കുന്നതോടൊപ്പം ഭൗതികം പഠിച്ചു, ഭാഷ പഠിച്ചു, എല്ലാം പഠിച്ചു. പഠിച്ചിട്ട് അവരവിടെ ജോലി ചെയ്യാണ്. എന്നിട്ട് അവിടെയുള്ള ദീനീ പ്രവർത്തനങ്ങൾക്ക് അവർ മുന്നിൽ നിന്ന് നേതൃത്വം നൽകുകയാണ്. നമ്മളെ നാട്ടിലത്തെ മൊയ്ലാമാര് ലണ്ടനിൽ പോയി, യുണൈറ്റഡ് കിങ്ഡം UK പോയി അവിടെ ദീനീ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകുകയാണ്. എന്താ കാരണം ഭൗതികത്തോടു കൂടെ അതാ മതപരമായ ഇൽമിനോടൊപ്പം ഭൗതികം കൂടി പഠിച്ചു, വലിയ സ്ഥാനത്തെത്തി. അള്ളാഹു അവർക്കൊക്കെ വലിയ ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളെന്താ ആമീൻ പറയാത്ത? ഇന്ന് ഷീർണി ഉണ്ടാ? ഇന്നുണ്ടാ? അതാണ് തങ്ങൾ പറയുന്നണ്ട ബർക്കത്ത് കൂടിയിട്ടുണ്ടാവും. എന്നാ കുറച്ച് ബർക്കത്ത് എനിക്കും കൂടി തരണേ. അള്ളാഹു ഞങ്ങൾക്കൊക്കെ നല്ല ബർക്കത്ത് തരട്ടെ. നല്ല ജോറ് ആമീൻ പറഞ്ഞാൽ പിന്നെ ഷീർണി കഴിക്കുമ്പോൾ നല്ല ഉഷാറുണ്ടാവും. അവസാനം ഷീർണി ഉണ്ട്. അള്ളാഹു നല്ല സന്തോഷം തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത് പഴയ കാലം പോലെയല്ല ഉമ്മ. ഇന്ന് വേഗം ദർസിൽ കൊണ്ടുപോയി ചേർക്കും. എന്തിന്? ദർസിൽ ചേർത്തിയാൽ എല്ലാം ഇവൻ പഠിക്കും. എഞ്ചിനീയറിംഗ് വേണമെങ്കിൽ പഠിക്കും, IT വേണമെങ്കിൽ പഠിക്കും, മെഡിക്കൽ പഠിക്കും, എല്ലാം പഠിക്കും. പഴയ കാലം പോലെയല്ല. നമ്മുടെ ഇന്നത്തെ എല്ലാ സ്ഥാപനങ്ങളും ആ നിലക്ക് വളർന്നു. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കിടക്കണില്ല. അവിടെ ഏറ്റവും പ്രധാനമായും നമ്മുടെ മക്കൾക്ക് നൽകേണ്ടത് മതപരമായ അറിവാണ്. എൻ്റെ ഉമ്മമാര് നന്നായി ശ്രദ്ധിക്കണം. കുട്ടികളെ കുറിച്ച് നന്നായി വിലയിരുത്തണം. മക്കളെ നന്നായി വളർത്താൻ ശ്രദ്ധിക്കണം. ഓ ഉമ്മമാരെ, പഴയ കാലം പോലെയല്ല. മക്കള് വല്ലാതെ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ദുആ അല്ലാതെ രക്ഷയില്ല. എത്ര കണ്ട് ശ്രദ്ധിച്ചാലും ശരി, എത്ര വളർത്തിയാലും ശരി, പടച്ച റബ്ബല്ലേ നന്നാക്കേണ്ടത്. ദുആയാണ് ഏറ്റവും പ്രധാനമായ ആയുധം. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാ. നല്ലത് പറയുമ്പോൾ അനുസരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ആ മക്കൾക്ക് ഇൽമ പകർന്നു കൊടുക്കാനുള്ളതാണ് ഇതുപോലത്തെ സ്ഥാപനങ്ങൾ, ഇതുപോലെയുള്ള അറിവിന്റെ കേന്ദ്രങ്ങൾ, ഇൽമിന്റെ കേന്ദ്രങ്ങൾ. മക്കൾക്ക് നല്ല ഇൽമ പറഞ്ഞു കൊടുക്കണം. ചോദിക്കട്ടെ, എല്ലാം അറിയുന്നവരില്ലേ? അതേ, നമ്മൾ എന്നും ചോദിക്കട്ടെ ഉമ്മമാരോട്, നിസ്കാരത്തിൽ നമ്മൾ എന്നും നിർബന്ധമായും ഓതുന്നൊരു സൂറത്തല്ലേ സൂറത്തുൽ ഫാത്തിഹ? ഫാത്തിഹ ഓതിയില്ലെങ്കിൽ നിസ്കാരം തന്നെ ശരിയാകൂലല്ലോ. അങ്ങനെയല്ലേ നമ്മൾ മദ്രസ തൊട്ട് പഠിച്ചത്? ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാതെ നിസ്കരിച്ചാൽ നിസ്കാരം തന്നെ സ്വഹിയാകൂലന്നല്ലേ ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്നാൽ ആ ഫാത്തിഹ സൂറത്ത് എങ്ങനെയാണ്, ക്രമമനുസരിച്ച് ഓതേണ്ടത് എങ്ങനെയാണ്? ഫാത്തിഹ ഓതേണ്ട ക്രമം എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ്, എത്ര ആളുകൾക്കാണ് അത് അറിയുന്നത്? ഫാത്തിഹയിൽ എത്ര ആയത്തുകളാണുള്ളത്? അതേ, 7 ആയത്താണ് ഫാത്തിഹയിലുള്ളത്. അതുകൊണ്ടാണ് ഫാത്തിഹക്ക് സബ്ഉൽ മസാനി, ആവർത്തിക്കപ്പെടുന്ന 7 ആയത്ത് എന്ന അർത്ഥമുള്ള പേര് കിട്ടിയത്. ആ 7 ആയത്ത് എങ്ങനെയാണ് അതേ നിസ്കരിക്കുമ്പോൾ ഓതേണ്ടത്? അതേ, മഹാന്മാരായ പണ്ഡിതന്മാരത് വിശദീകരിച്ചില്ലേ? ഓരോ ആയത്തിന്റെയും അവസാനം വഖഫ് ചെയ്തിട്ട് ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവിടെ അതാ വഖഫ് ചെയ്തിട്ട് ഓതണം, നിർത്തണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതാ അവിടെ നിർത്തണം. അർ റഹ്മാനിർ റഹീം, അവിടെ നിർത്തണം. മാലിക് യൗമിദ്ദീൻ, അവിടെ നിർത്തണം.
ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അവിടെ നിർത്തണം. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം അവിടെയും നിർത്തണം. ഇനി ഒറ്റ ആയത്തേ ബാക്കിയുള്ളൂ. അവിടുന്ന് അവസാനം വരെ ഒറ്റ ആയത്താണ്. അതുകൊണ്ട് സൗകര്യമുണ്ടോ? ഏറ്റവും നല്ലത് ഉമ്മമാരെ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം അവിടെ നിർത്താതെ തുടരെ കൊണ്ടുപോകലാണ്. അതെങ്ങനെയാണ്? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ അവിടെ കൊണ്ടുപോയി നിർത്തണം. അതാണ് ഏറ്റവും നല്ലത്. അതേ സമയത്ത് ഇനി ഒരു പക്ഷേ അങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല, പ്രയാസമാണോ? മുതഅല്ലിമുകൾക്കറിയാം. ഫത്ഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മഹാനവരികൾ പറഞ്ഞില്ലേ, ഞാൻ ഇന്നും എൻ്റെ ദർസിൽ ഇന്നലെയും ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഓതി കൊടുത്തപ്പോൾ ഞാൻ അത് ഓതി കൊടുത്തു. അവിടെ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞവിടെ നിർത്തിയാൽ കുഴപ്പമൊന്നുമില്ല. ഏറ്റവും നല്ലത് അവിടെ നിർത്താതെ. കാരണം ആ സ്ഥലം ആയത്തിന്റെ അവസാനമല്ല, അതൊരു വഖഫിന്റെ സ്ഥലമല്ല. അതേ ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ അവിടെ കൊണ്ടുപോയി നിർത്തലാണ് ഏറ്റവും നല്ലത്. ഒരു പക്ഷേ അതിന് സൗകര്യം കിട്ടുന്നില്ലേ, എന്നാ പിന്നെ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം അവിടെ നിർത്തിയിട്ട് ബാക്കി ഓതിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലട്ടോ. ഏറ്റവും നല്ലത് അതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. നോക്ക്, അങ്ങനെയാണ് നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതേണ്ടത് എന്ന് മഹാന്മാർ പറഞ്ഞു. എന്നാൽ ഉമ്മമാരെ, നമ്മുടെ മക്കൾക്ക് ഫാത്തിഹയിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്ന് അറിയുന്നവർ ഉണ്ടോ? നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കേണ്ടത് ഖുർആനിനെയാണ്. ഒരുമ്മയും ബാപ്പയും ഏറ്റവും കൂടുതൽ അഭിമാനിക്കേണ്ടത് എൻ്റെ മകൻ, എൻ്റെ മകൾ ഖുർആന് തെറ്റില്ലാതെ ഓതുന്നു എന്ന് പറയാൻ കഴിയുന്ന ഉമ്മാനേക്കാൾ വലിയ ഉമ്മ വേറെ ആരുമില്ല. ആ ഉപ്പനേക്കാൾ വലിയ ഉപ്പ വേറെ ആരുമില്ല. അയാളാണ് ഏറ്റവും സമ്പാദിച്ചിട്ടുള്ളത്. ഇവിടെ മാസത്തിൽ ലക്ഷങ്ങൾ വരുമാനം വരുന്ന കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെച്ച ഉപ്പമാരുണ്ടാകും. എന്നാ അവരുണ്ടാക്കി വെച്ച സമ്പത്തിനേക്കാളും വലിയ സമ്പാദ്യം തെറ്റില്ലാതെ ഖുർആൻ ഓതുന്ന മകനും മകളും എനിക്കുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ബാപ്പുണ്ടോ? ഫാത്തിഹ. ആ ഫാത്തിഹ എത്ര അക്ഷരങ്ങളാണുള്ളത്? ബിസ്മി അടക്കം എല്ലാ ശബ്ദങ്ങളോടുകൂടെ മാലിക് യൗമിദ്ദീൻ എന്ന് ഓതുന്നതനുസരിച്ച് തന്നെ 156 അക്ഷരങ്ങളാണ് ഫാത്തിഹയിലുള്ളത് എന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ 156 അക്ഷരം തെറ്റില്ലാതെ ആ അക്ഷരങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ട് ഖുർആൻ ഓതുന്ന മക്കൾ, നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതുന്ന മക്കൾ, ആ വലിയ വിഷയാണ്. സൂറത്ത് തെറ്റാതെ ഓതാൻ കഴിയില്ല എന്ന് കരുതാം, എന്നാ സൂറത്ത് ഓതാൻ പാടില്ല എന്നാണ് മഹാന്മാർ പറഞ്ഞത്. കാരണം തെറ്റിയിട്ട് സൂറത്ത് ഓതാൻ പാടില്ല നിസ്കാരത്തില്. കാരണം ഖുർആൻ അല്ലാത്ത ആശയത്തെ തന്നെ മാറ്റുന്ന ഒരു മാറ്റമാണ് എങ്കിൽ അങ്ങനെ മാറ്റിയിട്ട് ഓതാൻ പാടില്ല. അങ്ങനെ ഓതാൻ അറിയുള്ളൂ എങ്കിൽ അവർ നിസ്കാരത്തിൽ സൂറത്ത് ഓതാനും പാടില്ല, ഫാത്തിഹ മാത്രമേ ഓതാവൂ. കാരണം ഖുർആൻ തെറ്റിയിട്ട് ഓതാൻ പറ്റില്ല. അതും അക്ഷരത്തെ മാറ്റുന്ന തെറ്റാണെങ്കിൽ വലിയ അപകടമാണ് എന്ന് മഹാന്മാർ എത്രയാണ് പറഞ്ഞത് വിശദീകരിച്ചിട്ട്. നന്നായി ശ്രദ്ധിക്കണം, പഠിക്കണം. ആ പഠിക്കുന്നതിനൊരു സമയമില്ല. അത് തൊട്ടില് മുതൽ കട്ടില് വരെയാണ്. പ്രസവിച്ച ഉടനെയുള്ള തൊട്ടില് മുതൽ അവസാനം മയ്യിത്ത് കൊണ്ടുപോകുന്ന കട്ടില് വരെ ഇൽമു പഠിക്കാനുള്ള സമയമാണ്. ഓ ഉമ്മമാരെ, നമ്മുടെ മക്കളെ ദീനീ ചിട്ടയിൽ തന്നെ വളർത്താൻ നന്നായി ശ്രദ്ധിക്കണേ. കുട്ടികളോട് നിസ്കരിക്കാൻ മാത്രം പറഞ്ഞാ പോരാ. ഒരു കാര്യം കൂടി ഞാൻ എൻ്റെ ഉമ്മമാരോട് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാണ്. പോയി നിസ്കരിക്കടാന്ന് മാത്രം പറഞ്ഞാ പോരാ, നിസ്കരിക്കടീന്ന് മാത്രം പറഞ്ഞാ പോരാ. മറിച്ച് ആ നിസ്കാരത്തിന് മുമ്പ് കുട്ടി അങ്ങ് ഉളുവെടുക്കാൻ പോകുമ്പോ ഉമ്മ ഇവിടെ ഒന്ന് നിന്നു കൊടുക്കണം.
മദ്രസയിൽ ഉസ്താദ് പഠിപ്പിച്ചതുപോലെ തന്നെ എൻ്റെ കുട്ടി ഉളു എടുക്കുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഉളു ശരിയാകാതെ നിസ്കരിച്ചാലോ നിസ്കാരം ശരിയാകൂല. ആ മകനോ മകളോ ഉളു ചെയ്യണത് കാണാൻ ഉമ്മമാരെ സമയം കണ്ടെത്തണം. ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്വം തരുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്. അല്ലാഹുവേ, ഉമ്മമാർക്ക് നീ ധാരാളം ഖൈറും ബറക്കത്തും ഏറ്റിക്കൊടുക്കണേ റഹ്മാനേ. നിങ്ങളോട് പറഞ്ഞാലാണ് നിങ്ങൾ കൂടുതലും അത് കാര്യത്തിൽ പരിഗണിക്കുന്നത് എന്നറിയുന്നത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ആ ഉളു ചെയ്യുമ്പോ തന്നെ അതാ നീയത്ത് വെക്കുന്നത് ശ്രദ്ധിക്കണ്ടേ? കുട്ടികളും ശ്രദ്ധിക്കണം, വലിയവരും ശ്രദ്ധിക്കണം. ആ നീയത്ത് വെക്കേണ്ടത് എങ്ങനെയാണ്, എവിടെയാണ് നീയത്ത് വെക്കേണ്ടത്? അതേ മുഖം കഴുകുമ്പോഴാണ്. ആദ്യത്തെ ഫർളായ അവയവം മുഖമാണ്. ആ മുഖം കഴുകുമ്പോഴാണ് നീയത്ത് വെക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കഴുകപ്പെടുന്നതിന്റെ ആദ്യത്തോട് നീയത്ത് അന്വയിച്ചിരിക്കണം എന്നല്ലേ മഹാന്മാര് പറഞ്ഞത്. കഴുകപ്പെടുന്നതിന്റെ ആദ്യത്തോട് നീയത്ത് അന്വയിച്ചിരിക്കണം എന്നാണ് മഹാന്മാർ പറഞ്ഞത്. അങ്ങനെയാണ് ആദ്യത്തോട് നീയത്ത്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, അപ്പൊ നമ്മളെ മഹാന്മാരായ സാദാത്തുക്കളൊക്കെ നമ്മളെ വേദിയിലുണ്ട്. അല്ലാഹു തആല അവരുടെ ഒക്കെ തണല് നമുക്ക് ദീർഘകാലം അല്ലാഹു നിലനിർത്തി തരട്ടെ. അപ്പൊ ഉമ്മമാരെ ഉളു ചെയ്യണ സമയത്ത് മുഖം കഴുകുമ്പോ നീയത്ത് വെച്ചത് എവിടെയാണോ അതിന് ശേഷമുള്ളതേ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നാണ്. അപ്പൊ പിന്നെ നീയത്ത് വെക്കുന്നതിന് മുമ്പ് കഴുകിയതോ അത് വീണ്ടും മടക്കണം. അപ്പൊ കഴുകണതിന്റെ ആദ്യ ഭാഗത്തും അത് നീയത്തിനോട് അന്വയിച്ചിരിക്കണം. താടിയുള്ള ആളുകള്, ഇപ്പൊ താടി അതൊരു ട്രെൻഡാണ്. എല്ലാം ട്രെൻഡായിരിക്കണത് പോലെ ഓരോ ട്രെൻഡിന്റെ പിന്നാലെ പോവാണ്. ഇപ്പോ തേങ്ങക്ക് ഞങ്ങളെ നാട്ടിൽ ഭയങ്കര വിലയാണ്. നിങ്ങൾ ഇവിടെ എന്താണെന്നറിയാം? എന്തെന്നല്ലേ നിങ്ങളെന്താ മിണ്ടാത്ത? നാളെ ഞാൻ വീട്ടിൽ ചെന്നപ്പോ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, തേങ്ങക്ക് നല്ല വിലയാണിപ്പോ. അപ്പൊ ഇന്നലെ വീട്ടിൽ പോയി നോക്കുമ്പോ ഒരു ബാഗ് നിറച്ച് തേങ്ങ ഉണ്ട്. അപ്പൊ എത്ര തേങ്ങക്ക് വില? ഇവിടെ എത്ര തേങ്ങക്ക് എത്ര വില? ഇവിടെ തേങ്ങ എന്നല്ലേ പറയണേ? തേങ്ങ തന്നെയാ. ആ, അതിനെത്ര വില? നിങ്ങൾക്കൊന്നും അറിയില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും തെങ്ങുണ്ട് വീട്ടിലല്ലേ? എത്ര വില മനുഷ്യന്മാരെ? ഒന്ന് സംസാരിക്കും. നിങ്ങളെന്താ എത്ര? 50? 80? അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ 90 ഉണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. എന്നാ നിങ്ങൾക്ക് അസൂയ തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ പറയാണ്. അസൂയ തോന്നുന്നില്ലെങ്കിൽ ഞാൻ പറയാം. തോന്നൂലല്ലോ. എനിക്ക് ഞാൻ തേങ്ങ കിട്ടി 30 രൂപയ്ക്ക്. സ്ഥലത്തിന്റെ പേരൊന്നും പറയില്ല. ഇപ്പൊ മനുഷ്യന്മാരൊക്കെ ബ്രിഡ്ജിന്റെ അടുത്ത് പോയി നിൽക്കുകയാണ്. എന്തിന്? അവിടെ മത്സ്യത്തിന് കാളയിടണല്ല, അതിലൂടെ വരണ തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം തേങ്ങക്ക് ഭയങ്കര വിലയാണ്. കുറച്ചു മുമ്പ് വീട്ടിലെ മഞ്ഞളിന്റെ പൊടിയെല്ലാം തീർത്തില്ല കുറച്ച്. ഇവിടെ തീർത്തോ? സുബ്ഹാന ജല്ല ജലാലുഹു. ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തിട്ട് സ്റ്റാറ്റസ് എല്ലാം കിട്ടപ്പോഴേക്ക് കുറച്ച് ആളുകൾ അതും ഇട്ടു. സുബ്ഹാനല്ലാഹ്. മൊബൈൽ അടിയിൽ വെച്ചു, ലൈറ്റ് ഓൺ ചെയ്തു, ഗ്ലാസ് അതിന്റെ മുകളിൽ വെച്ചു, മഞ്ഞളിന്റെ പൊടി ഇട്ടു. അതാ ഞാൻ പറഞ്ഞൊക്കെ ട്രെൻഡാണ്. എല്ലാവർക്കും ഇപ്പൊ ഒന്ന് ട്രെൻഡായി മാറാൻ ആഗ്രഹം. എന്നാ ട്രെൻഡ് ദീനല്ല. എല്ലാവർക്കും ആഗ്രഹമാണ് ട്രെൻഡ്. സുബ്ഹാനല്ലാഹ്. ചില പെൺകുട്ടികളൊക്കെ, ഞാൻ സഹോദരിമാർക്ക് അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ, എപ്പോഴും കണ്ട ഈ സദസ്സിലൊക്കെ ഇക്കാലത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെല്ലാം ആയിട്ടും നമ്മളെ വാലിന്റെ സദസ്സിൽ വാല് കേൾക്കാൻ നമ്മളെ അനുജത്തിമാരുണ്ടല്ലോ എന്നത് വലിയ സന്തോഷമാണ്. അല്ലാഹു ആ പെങ്ങന്മാർക്ക് നല്ല ഭാവി നൽകട്ടെ. ഒരുപാട് അനുജന്മാരൊക്കെ ഉണ്ട് ഈ സദസ്സിൽ. അപ്പൊ അവരൊക്കെ ഇക്കാലത്ത് ഇൽമു കേൾക്കാൻ വേണ്ടി സദസ്സിൽ കിട്ടാന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഒക്കെ ലൈവിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോലും സദസ്സിൽ വന്നിട്ട് ഇങ്ങനെ ഇൽമു കേൾക്കാൻ അവരെ കിട്ടാന്ന് പറഞ്ഞാല് അത് അള്ളാഹു അവരെ തിരഞ്ഞെടുത്തതാണ്. അള്ളാഹു എൻ്റെ ഈ അനുജന്മാർക്കും ജ്യേഷ്ഠന്മാർക്കും ഒക്കെ നീ നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ തരണേ അല്ലാ. അപ്പോ ഒക്കെ അങ്ങനെ ചില ആളുകൾ മനസ്സിലാക്കി. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജെങ്കാലും ഇല്ലെങ്കിൽ മഹാപോയത്തക്കാർത്തിന്നാ ചില ആളുകൾ മനസ്സിലാക്കിയത്. അങ്ങനെയൊന്നുമില്ല പെങ്ങളെ.
നീ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അങ്ങനെ വിചാരിച്ചിട്ട് അതിന്റെ പേരിൽ നീ ഇൻസ്റ്റാഗ്രാമിൽ എന്താക്കണ്ട, ഒരു പുതിയ അക്കൗണ്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യണ്ട. അപ്പൊ ചിലപ്പോ നിങ്ങൾ ചോദിക്കുക, നിങ്ങളെ പേരിലുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ടൊക്കെ. അപ്പൊ അങ്ങനെ ഇടുന്നവരുണ്ടാവും. ഇപ്പൊ അവിടെ എന്തിനും വാല് കേൾക്കണ സമയത്ത് അങ്ങനെ കമന്റ് ഇടുന്ന കുറെ, എത്ര നെഗറ്റീവ് കമന്റ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. നിങ്ങളെന്താ ആമീൻ പറയാത്തെ? സ്വർഗത്തിലെ സ്ഥലം ഇടുങ്ങിയതൊന്നുമല്ല, നല്ല വിശാലുണ്ട്. അല്ലാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. ഇനി ഒരിക്കലും പുറത്തു കൊടുക്കാൻ റബ്ബ് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, അല്ലാഹു തആല അവരെ നന്നാക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, അല്ലാഹു തആല അവരെ ശർറിനെ തൊട്ട് നല്ലവരെ അല്ലാഹു കാക്കട്ടെ.